കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ടാറ്റ പ്ലേയുടെ ഒരു പുതിയൊരു ഓഫർ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാനൊരു പുതിയ കണക്ഷൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇറക്കിയത് മറ്റു DTH ഇന്ന് ടാറ്റ പ്ലേയിലേക്ക് മാറുന്ന ആളുകൾക്ക്, നിലവിൽ ഡിഷ് ആൻറ്റിന വീട്ടിലുണ്ട്, ഏതെങ്കിലും DTH ഡിഷ് ആൻറ്റിന ഉള്ള ആളുകൾക്ക് ടാറ്റ പ്ലേയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാറ്റ പ്ലേൻ്റെ എല്ലാ പുതിയ സിസ്റ്റവും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ്. കാരണം പല DTH കൊടുക്കുന്ന പല സെറ്റപ്പിനെക്കാളും ഒരുപാട് ഓപ്ഷൻസുകളാണ് ടാറ്റ പ്ലേ കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് പുതിയ ബോക്സ് ഫ്രീ ഇൻസ്റ്റാളേഷനാണ്. ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ അവരെ ചാർജും ഫ്രീ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പോളിസി പണ്ട് മുതലേ ടാറ്റ പ്ലേ കൊടുക്കുന്നത്. ഫ്രീ ബോക്സും ഫ്രീ ഇൻസ്റ്റാളേഷനാണെങ്കിൽ കൂടെ നിങ്ങൾ 3100 രൂപ റീചാർജ് ചെയ്താൽ മതി. ഫസ്റ്റ് ബോക്സ് കിട്ടുമ്പോൾ നിങ്ങൾ 3100 രൂപ റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 3100 രൂപക്കും ഒരുപാട് പ്രോഗ്രാമുകൾ കാണാം. സ്ഥിരം DTH റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾ എന്തായാലും നമുക്കറിയാം 300 250 ഒക്കെ ചെയ്തു പോകുന്ന ആളുകളുണ്ടാകും. ഇത് ഒരുമിച്ചിട്ട് റീചാർജ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്നീഷ്യൻ വന്ന് മറ്റ് DTH നിന്ന് ഡയറക്ഷൻ മാറ്റി ടാറ്റ പ്ലേയുടെ പുതിയ HD ബോക്സും വെച്ച് തരും. ഈ എമൗണ്ടും നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരികയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും വിചാരിക്കും നിങ്ങൾക്ക് ഈ 3100 കൊടുത്തിട്ടാണല്ലോ നമ്മളിത് വാങ്ങുന്നത്, പിന്നെ എന്താണ് ഈ ഫ്രീ ഇൻസ്റ്റാളേഷൻ എന്ന്. നമുക്കറിയാം മറ്റേത് DTH ബോക്സ് എടുക്കുമ്പോഴും നമ്മൾ 6 മാസത്തെ പാക്കേജ് എടുക്കുമ്പോൾ 6 മാസത്തെ പാക്കേജിൻ്റെ പൈസയും കൊടുക്കണം, ബോക്സിൻ്റെ ഒരു ചാർജും കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ ടെക്നീഷ്യന് ചാർജ് കൊടുക്കണം. ഇത് മൊത്തം നിങ്ങൾക്ക് ആകെ വരുന്നത് 3100 രൂപയാണ്. നിങ്ങൾക്ക് ബോക്സ് ഫ്രീ ആണ്, ടെക്നീഷ്യൻ്റെ ചാർജും സൗജന്യമാണ്. നിങ്ങൾ ആ കൊടുക്കുന്ന 3100 രൂപയെ നിങ്ങളെ ID-യിലേക്ക് തന്നെ അവർ റീചാർജ് ചെയ്ത് തരും. ടെക്നീഷ്യൻ വന്ന് നിലവിലുള്ള ഡിഷ് ആൻറ്റിന ഏത് ഡയറക്ഷനിലാണോ അത് മാറ്റി ടാറ്റയിലേക്ക് ആക്കി തരുന്നതും സൗജന്യമാണ്. ഈ 3100 രൂപയിൽ തന്നെ ആ ടെക്നീഷ്യൻ്റെ ചാർജൊക്കെ കമ്പനി അവർക്ക് കൊടുത്തുകൊള്ളൂ. നിങ്ങൾ എക്സ്ട്രാ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഈ 3100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാക്കേജ് ചേഞ്ച് ചെയ്യാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാം ടാറ്റ പ്ലേ കമ്പനി ഡെയിലി കട്ടിംഗ് ആണ്. ഡെയിലി മറ്റുള്ള DTHനെ അപേക്ഷിച്ചിട്ട് ടാറ്റ പ്ലേ മാത്രമാണ് ഡെയിലി എമൗണ്ട് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ചാനൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ചാർജൊക്കെ കൊടുത്താലും മതി നിങ്ങൾക്ക് ടാറ്റ പ്ലേയിൽ. ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടാനുള്ള കാരണം തന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുതിയ കണക്ഷൻ പോയത് ടാറ്റ പ്ലേ തന്നെയാണ്. ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ഒരാൾ മറ്റുള്ള DTHയിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ സണ്ണിൽ നിന്ന് ടാറ്റ പ്ലേയിലേക്ക് വരുന്നുണ്ട്, എയർടെലിൽ നിന്ന് ടാറ്റ പ്ലേയിലേക്ക് പോകുന്നുണ്ട്, വീഡിയോ കോളിൽ നിന്ന് ടാറ്റ പ്ലേയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ടാറ്റ പ്ലേയിൽ നിന്ന് ഒരു 10% താഴെ മാത്രമാണ് ആളുകൾ മറ്റുള്ള DTHയിലേക്ക് പോകുന്നത്. അതിനുള്ള കാരണങ്ങൾ ചിലപ്പോൾ സൺ ഡയറക്റ്റിലേക്കൊക്കെ പോകുന്നത് NCF 99 രൂപയ്ക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം വരുന്ന ടാറ്റ പ്ലേ കസ്റ്റമർ ഇതുവരെ ടാറ്റ പ്ലേയിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ DTH മേഖലയിൽ നിന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടാറ്റ പ്ലേയിലുള്ള ചാനൽ ലിസ്റ്റ് ഏത് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചാനലുകൾ അവർ കൊടുക്കുന്നുണ്ട്. പാക്കേജിന് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് മറ്റ് DTH കിട്ടാത്ത പല ചാനലുകൾ നമുക്ക് ടാറ്റ പ്ലേയിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് ആളുകൾക്ക് പല ചാനലുകളും മിസ്സാവുന്നുണ്ട്. അതൊക്കെ ഒരു ഹിന്ദിയിലാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും അതുപോലെ കാർട്ടൂണിലേക്ക് ആയിക്കോട്ടെ, അതുപോലെ പല ലാംഗ്വേജ് തമിഴ്, മലയാളം, പിന്നെ ഇപ്പം മലയാളം തമിഴൊക്കെ ഒരുമിച്ച് വരുന്ന പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ടാറ്റ പ്ലേയിൽ മറ്റുള്ള DTHനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, ചാനലിൻ്റെ എണ്ണം കൂടുതലുമാണ്. അതൊക്കെ നമ്മൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ജില്ലയിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ടാറ്റ പ്ലേയിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകൾ, ഏത് DTHയിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് പക്ഷേ നിങ്ങൾ ടാറ്റ പ്ലേയിലേക്ക് മാറിയാൽ നിങ്ങൾ പറയും, ചിലപ്പോൾ ചിന്തിക്കും ഇത്രയും ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്, നമ്മൾ മുന്നേ മാറേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ അപ്പോൾ മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റു വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ ഏത് ജില്ലയായിക്കോട്ടെ അന്ന് തന്നെ നമുക്ക് സർവീസ് ലഭിക്കുന്നതാണ്.